2026 കേരള നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കേരളം ഉദ്വേഗപൂർവ്വം കാത്തിരിക്കുന്ന ഒരു നിയമസഭാ ഇലക്ഷൻ റിസൾട്ടായിരിക്കും പാലക്കാട്ടേത് എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം പാലക്കാട്ടെ നിലവിലുള്ള MLA 18,000-ൽ പരം വോട്ടുകൾക്ക് വിജയിച്ച നിലവിലുള്ള MLA രാഹുൽ മാങ്കൂട്ടം അദ്ദേഹം ലൈംഗിക ആരോപണങ്ങൾ നേരിടുകയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇപ്രാവശ്യം സീറ്റ് ലഭിച്ചേക്കില്ല എന്ന ഒരു വാർത്ത തന്നെയാണ് മാധ്യമങ്ങൾ പ്രധാനമായും നിറഞ്ഞു നിൽക്കുന്നത്. ഒപ്പം പ്രതിപക്ഷ നേതാവ് PD സതീശൻ ആ മണ്ഡലത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനും അവിടെ നിന്ന് മത്സരിക്കുവാനും K മുരളീധരനോട് നിർദ്ദേശിച്ചിട്ടുണ്ട് എന്ന വാർത്തയും മാധ്യമങ്ങൾ വലിയ പ്രാധാന്യത്തോടു കൂടി തന്നെ ചർച്ച ചെയ്യുന്നുണ്ട്. ഈ അവസരത്തിൽ K മുരളീധരനെ സംബന്ധിച്ച് അദ്ദേഹം മത്സരിക്കുവാൻ തീരുമാനിച്ചു വെച്ചിരുന്ന വട്ടിയൂർക്കാവിനേക്കാൾ കുറച്ചുകൂടി സുരക്ഷിതമുള്ള മണ്ഡലമാണ് പാലക്കാട് എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം മുരളീധരനെ സംബന്ധിച്ച് അദ്ദേഹം 2 തിരഞ്ഞെടുപ്പുകൾ നേമത്ത് നിയമസഭയിൽ നിന്നും തൃശ്ശൂർ ലോക്സഭയിൽ നിന്നും പരാജയപ്പെട്ടു നിൽക്കുകയാണ്. ഇനിയൊരു പരാജയം കൂടി സംഭവിക്കുക എന്നത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ആത്മഹത്യയ്ക്ക് തുല്യമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം വട്ടിയൂർക്കാവിനേക്കാൾ കൂടുതൽ സുരക്ഷിതമായ മണ്ഡലം എന്ന രീതിയിൽ പാലക്കാട് തിരഞ്ഞെടുക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം പാലക്കാട് രാഷ്ട്രീയ ചരിത്രം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ കഴിഞ്ഞ 3-4 തിരഞ്ഞെടുപ്പുകളായി UDF നിരന്തരം വിജയിച്ചു വരുന്ന ഒരു മണ്ഡലമാണ്. അതുകൊണ്ട് തന്നെ മുരളീധരൻ പാലക്കാട് തന്നെ തിരഞ്ഞെടുക്കുവാനാണ് കൂടുതൽ സാധ്യത എന്ന രാഷ്ട്രീയ നിഗമനം പുറത്തു വരികയാണ്. ഒപ്പം ഈ മണ്ഡലത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ന്യൂനപക്ഷ വോട്ടുകൾ അത് മുരളീധരൻ അനുകൂലമായി കേന്ദ്രീകരിക്കപ്പെടുവാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം അവിടെ CPM കഴിഞ്ഞ കുറച്ച് ഇലക്ഷനുകളായി 3-ാം സ്ഥാനത്താണ്. അതുകൊണ്ട് തന്നെ BJPയോട് വിജയിക്കുവാൻ സാധ്യതയുള്ള ഒരു സ്ഥാനാർത്ഥി എന്ന രീതിയിൽ UDF സ്ഥാനാർത്ഥിക്ക് അവിടെ അനുകൂലമായി ന്യൂനപക്ഷ വോട്ടുകൾ കേന്ദ്രീകരിക്കപ്പെടാറുണ്ട്. വട്ടിയൂർക്കാവിൽ ഒരു ത്രികോണ മത്സരം നടക്കുന്നത് കൊണ്ട് തന്നെ CPMനും ഒപ്പം കോൺഗ്രസിനും വിജയസാധ്യത ഉള്ളത് കൊണ്ട് തന്നെ ന്യൂനപക്ഷ വോട്ടുകൾ 2 പാർട്ടികൾക്കുമായി വിഘടിച്ചു പോകും. അതുകൊണ്ട് തന്നെ മുരളീധരൻ്റെ സാധ്യത കുറച്ചുകൂടി മങ്ങും. പക്ഷേ പാലക്കാട് സംബന്ധിച്ച് ന്യൂനപക്ഷ വോട്ടുകൾ അത് മുരളീധരൻ അനുകൂലമായി കോൺഗ്രസിന് അനുകൂലമായി വീഴും എന്നതുകൊണ്ട് തന്നെ വട്ടിയൂർക്കാവിനേക്കാൾ കുറച്ചുകൂടി വിജയസാധ്യത പാലക്കാടാണ് മുരളീധരന് എന്ന രാഷ്ട്രീയ നിഗമനം തന്നെയാണ് പുറത്തു വരുന്നത് എന്നൊരു യാഥാർത്ഥ്യമുണ്ട്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ RSS വിരുദ്ധ നിലപാടുകളൊക്കെയും വളരെ പ്രശസ്തമാണ്. മാത്രമല്ല RSSനെയും BJPയെ സംബന്ധിച്ച് പാലക്കാട് വിജയിക്കുവാൻ സാധ്യതയുള്ളൊരു മണ്ഡലമാണ്. അതുകൊണ്ട് തന്നെ മുരളീധരനെ തോൽപ്പിക്കുവാൻ വേണ്ടി തങ്ങളുടെ വോട്ടുകൾ CPMലേക്ക് മറയ്ക്കുന്ന ഒരു സംവിധാനം BJPക്ക് അനുവർത്തിക്കുവാൻ കഴിയില്ല. അങ്ങനെയാണെങ്കിൽ BJP പരാജയപ്പെട്ടു പോകും. അതുകൊണ്ട് തന്നെ ഈ കണക്കുകൂട്ടലുകളൊക്കെ വെച്ച് നോക്കുമ്പോൾ മുരളീധരൻ പാലക്കാട് തന്നെ മത്സരിക്കും എന്നു തന്നെയാണ് വ്യക്തമാകുന്നത്. BJPയെ സംബന്ധിച്ച് അവിടെ സ്ഥാനാർത്ഥി ഏകദേശം ഉറപ്പായി കഴിഞ്ഞു. അവരുടെ ഏറ്റവും വലിയ ഫൈറ്റിംഗ് കാൻഡിഡേറ്റായ ശോഭാ സുരേന്ദ്രൻ തന്നെ മത്സരിക്കും എന്നാണ് പുറത്തു വരുന്ന വിവരം. ശോഭാ സുരേന്ദ്രനെ സംബന്ധിച്ച് 2016-ൽ പാലക്കാട് BJP ആദ്യമായി 2-ാം സ്ഥാനത്തെത്തുമ്പോൾ ആ 2-ാം സ്ഥാനത്ത് പാർട്ടിയെ കൊണ്ടുവന്നെത്തിച്ചത് ശോഭാ സുരേന്ദ്രനായിരുന്നു എന്നൊരു യാഥാർത്ഥ്യമുണ്ട്. പക്ഷേ 2021-ൽ ആ പാലക്കാട് മത്സരിക്കുവാൻ പാർട്ടി ശോഭാ സുരേന്ദ്രനെ അനുവദിക്കുന്നില്ല. കാരണം അവിടെ BJPയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായ ശ്രീധരനാണ് വരുന്നത്. പക്ഷേ ശ്രീധരൻ കടുത്ത മത്സരത്തിനൊടുവിൽ ഷാഫി പറമ്പിലിനോട് പരാജയപ്പെടുന്നു എന്ന ഒരു പ്രത്യേകതയുണ്ട്. ശോഭാ സുരേന്ദ്രനെ സംബന്ധിച്ച് അവർ 2014-ന് ശേഷം മത്സരിച്ച എല്ലാ തിരഞ്ഞെടുപ്പുകളിലും വ്യക്തമായി വോട്ട് വിഹിതം വർദ്ധിപ്പിച്ച ഒരു സ്ഥാനാർത്ഥിയാണ്. 2014-ന് മുന്നിലും അവർ ഇലക്ഷനിലൊക്കെ മത്സരിച്ചിട്ടുണ്ട്. പക്ഷേ BJP അന്ന് കേരള രാഷ്ട്രീയത്തിൽ അത്ര വലിയ ശക്തിയായിരുന്നില്ല എന്നതുകൊണ്ട് തന്നെ ആ റിസൾട്ടുകൾ നമ്മൾ അവലോകനം ചെയ്യുന്നില്ല. 2014-ൽ അവർ പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിലേക്ക് മത്സരിക്കുവാൻ വരുമ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന 68,804 വോട്ട് അവർ 1,36,000 വോട്ടായി വർദ്ധിപ്പിക്കുന്നുണ്ട്. അതുപോലെ 2016-ൽ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലേക്ക് അവർ മത്സരിക്കാൻ വരുമ്പോൾ 2011-ൽ BJPക്ക് ഉണ്ടായിരുന്ന 22,317 വോട്ട് അവർ 40,230 വോട്ട്, അതായത് ഇരട്ടിയിലധികം വോട്ട് എന്ന രീതിയിൽ വർദ്ധിപ്പിക്കുന്നുണ്ട്. 2019-ൽ ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കുവാൻ ശോഭാ സുരേന്ദ്രൻ എത്തുമ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന 92,000 വോട്ട് അത് 2,48,000 മൂന്നിരട്ടിയോളം വർദ്ധിപ്പിക്കുന്നുണ്ട്. പക്ഷേ അടിപതറുന്നത് 2021-ൽ കഴക്കൂട്ടത്ത് മത്സരിക്കുവാൻ വരുമ്പോഴാണ് പ്രകടനം അല്പം മോശമാകുന്നത്. ശോഭാ സുരേന്ദ്രൻ അവിടെ നേരത്തെ മത്സരിച്ച മുരളീധരൻ്റെ ഒരു പ്രകടനം അത് നിലനിർത്തുവാൻ കഴിയുന്നില്ല. മുരളീധരൻ 2016-ൽ കടകംപള്ളി സുരേന്ദ്രനോട് വെറും 7,000 പരം വോട്ടുകൾക്കാണ് പരാജയപ്പെടുന്നതെങ്കിൽ 2021-ൽ ശോഭാ സുരേന്ദ്രൻ വരുമ്പോൾ കടകംപള്ളി സുരേന്ദ്രനോട് ഏകദേശം 23,000 വോട്ടുകൾക്ക് കഴക്കൂട്ടത്ത് പരാജയപ്പെടുന്നുണ്ട്. ഇനി 2024-ൽ ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കുവാനെത്തുമ്പോഴും വലിയ രീതിയിൽ വോട്ട് വിഹിതം വർദ്ധിപ്പിക്കുന്നുണ്ട് ശോഭാ സുരേന്ദ്രൻ. ആലപ്പുഴയിൽ നിന്ന് 11% വോട്ടുകളാണ് വർദ്ധിപ്പിക്കുന്നത്. നേരത്തെ 1,87,000 ആയിരുന്ന വോട്ട് 3,41,000 എന്ന നിലയ്ക്ക് ആലപ്പുഴയിൽ നിന്ന് ശോഭാ സുരേന്ദ്രന് വർദ്ധിപ്പിക്കുവാൻ കഴിയുന്നുണ്ട് എന്ന ഒരു പ്രത്യേകതയുണ്ട്. അതായത്
മത്സരിച്ച എല്ലാ ഇലക്ഷനിലും പൊതുവായിട്ട് വോട്ട് വർദ്ധിപ്പിച്ച ഒരു സ്ഥാനാർത്ഥിയാണ് ശോഭാ സുരേന്ദ്രൻ. അതുകൊണ്ട് തന്നെ പാലക്കാട് മത്സരിക്കുവാൻ അവർ വരുമ്പോൾ BJPക്ക് പ്രതീക്ഷയാണുള്ളത് എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ന്യൂനപക്ഷ വോട്ടുകൾ അത് മുരളീധരന് അനുകൂലമായി കേന്ദ്രീകരിക്കപ്പെടും എന്ന കാര്യത്തിൽ സംശയമില്ല. മുരളീധരനും വളരെ ശക്തനായ സ്ഥാനാർത്ഥിയാണ്. നമുക്കറിയാവുന്ന പോലെ നേരത്തെ നേമത്ത് വെറും 13,000 വോട്ട് മാത്രമുണ്ടായിരുന്ന UDFിൻ്റെ വോട്ട് വിഹിതം 37,000 വോട്ടായിട്ട് 2021 വർദ്ധിപ്പിച്ച ആളാണ് മുരളീധരൻ. BJPയുടെ അക്കൗണ്ട് നേമത്ത് പൂട്ടിച്ച ആളാണ്. അതുകൊണ്ട് തന്നെ BJPക്ക് ദേഷ്യവും സങ്കടവും ഒക്കെ മുരളീധരൻ്റെ കാര്യത്തിലുണ്ട് എന്ന കാര്യത്തിലും സംശയമില്ല. പക്ഷേ പാലക്കാടിനെ സംബന്ധിച്ച് രാഹുൽ മാങ്കൂട്ടം സ്വതന്ത്ര സ്ഥാനാർത്ഥിയാകുമോ എന്നൊരു ചോദ്യം ഉയരുന്നുണ്ട്. അങ്ങനെ ആകുകയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിലും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി അവിടെ വരികയാണെങ്കിൽ മുരളിയുടെ സാധ്യതകൾ മങ്ങും എന്ന കാര്യത്തിലും സംശയമില്ല. നമ്മൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഒരു റിസൾട്ട് അവിടെ വിലയിരുത്തുകയാണെങ്കിൽ കണ്ണാടിയിലും മാത്തൂരും വോട്ട് വിഹിതത്തിൽ LDF ആണ് മുന്നിൽ. പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ LDF ആണ് മുന്നിൽ. പെരിയാരിയിൽ നമ്മുടെ സരിൻ്റെ പെരിയാരിയിൽ അവിടെ UDF ആണ് മുന്നിൽ എന്നൊരു പ്രത്യേകതയുണ്ട്. പാലക്കാട് ലോക്കൽ ബോഡി ഇലക്ഷൻ്റെ റിസൾട്ട് എടുത്ത് നോക്കുമ്പോൾ അവിടെ UDF ഏകദേശം 6,000 വോട്ടുകൾക്ക് മുന്നിലാണ്. LDF ആണ് അവിടെ 2ാം സ്ഥാനത്ത് എന്നൊരു പ്രത്യേകതയുണ്ട്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് BJP അവിടെ 3ാം സ്ഥാനത്താണ്. പാലക്കാട് മുനിസിപ്പാലിറ്റിയുടെ റിസൾട്ട് എടുത്ത് നോക്കുമ്പോൾ UDF 17 സീറ്റ്, BJP 25 സീറ്റ്, LDF 8 സീറ്റ് എന്ന നിലയിലാണ്. പെരിയാരിയിൽ എടുക്കുകയാണെങ്കിൽ UDF 11 സീറ്റ്, LDF 8 സീറ്റ്, BJP 4 സീറ്റ് എടുക്കുക എന്ന രീതിയിലാണ്. മാത്തൂറാണെങ്കിൽ സമാസമമാണ്. UDF 8, LDF 8, BJP 2 എന്ന രീതിയിലാണ്. കണ്ണാടിയിൽ എടുക്കുകയാണെങ്കിൽ LDF 12, UDF 5, BJP 0 എന്ന രീതിയിലാണ് വരുന്നത്. പക്ഷേ UDFന് അവിടെ 6,000-ൽ പതിയും വോട്ടുകളുടെ ഒരു ലീഡുണ്ട് എന്നത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു റിസൾട്ട് അവലോകനം ചെയ്യുകയാണെങ്കിൽ അവിടെ BJPയുടെ സ്ഥാനാർത്ഥി കൃഷ്ണകുമാറും കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി VK ശ്രീകണ്ഠനും തമ്മിലാണ് അവിടെ ഒരു മത്സരം നടന്നിട്ടുള്ളത്. പാലക്കാട് നിയമസഭാ നിയോജക മണ്ഡലത്തിൽ ലോക്സഭയുടെ റിസൾട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഏകദേശം 9,000-ൽ പരം വോട്ടുകൾക്ക് VK ശ്രീകണ്ഠൻ കൃഷ്ണകുമാറിനേക്കാൾ അധികം അവിടെ നേടി മുന്നിട്ട് നിൽക്കുന്നു എന്ന ഒരു പ്രത്യേകതയുമുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ അവിടെ UDFും LDFും തമ്മിലാണ് മത്സരം. LDF ആണ് 2ാം സ്ഥാനത്തെങ്കിൽ അവിടെ ഒരിക്കലും ആ റിസൾട്ട് നിയമസഭാ ഇലക്ഷനിൽ വരുവാൻ സാധ്യതയില്ല. അവിടെ BJPയും UDFിന് മുൻതൂക്കമുണ്ടെങ്കിലും BJPയും UDFും തമ്മിലായിരിക്കും മത്സരം. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ അവിടെ പഞ്ചായത്തുകളുടെ വോട്ട് വിഹിതത്തിലും അതുപോലെ വാർഡുകളുടെ എണ്ണത്തിലും LDF 2ാം സ്ഥാനത്താണെങ്കിലും ആ ഒരു ഫൈറ്റിംഗ് നിലവാരം LDFന് നിയമസഭാ ഇലക്ഷൻ നടത്തുവാൻ കഴിയുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. പ്രത്യേകിച്ചും ശോഭാ സുരേന്ദ്രനെയും K മുരളീധരനെയും പോലെ 2 ഫൈറ്റിംഗ് കാൻഡിഡേറ്റുകൾ UDFനും BJPക്കും അവിടെ വരുന്ന അവസരത്തിൽ നേരത്തെ അവിടെ CPMന് MLA ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ് നൗഷാദൊക്കെ. പക്ഷേ ആ ഒരു തലത്തിലേക്ക് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPMന് വരുവാൻ കഴിയുമോ എന്ന കാര്യത്തിൽ ചോദ്യമുണ്ട് എന്ന് തന്നെയാണ് വാസ്തവം. അവിടെ BJPയും UDFും തമ്മിലായിരിക്കും മത്സരം. ന്യൂനപക്ഷ വോട്ടുകൾ മുരളീധരൻ അനുകൂലമായി കേന്ദ്രീകരിക്കപ്പെടുന്നത് കൊണ്ട് തന്നെ അദ്ദേഹത്തിനുള്ള വിജയസാധ്യത വളരെയധികമാണ്. തൽക്കാലം ഈ വീഡിയോയുമായി ഇവിടെ വാങ്ങിയാണ്. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ജയ് ഹിന്ദ്.